ആനക്കര നയ്യൂരിലെ പരപ്പൻതോട് നവീകരണത്തിന് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ CP സവിത. തോട്ടുവരമ്പ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായും ഭൂമി സർവേ നടത്തണമെന്നും ആവശ്യം. ഇടിഞ്ഞുവീണ തോട്ടുവരമ്പ് താൽക്കാലികമായി നന്നാക്കാൻ തനത് ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. കപ്പൂർ ആനക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയോട് ചേർന്നൊഴുകുന്ന പരപ്പൻതോടിന്റെ നവീകരണത്തിന് 5 ലക്ഷം രൂപയാണ് ആനക്കര പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. തോടിന്റെ ഒരു വശം 200 മീറ്ററിലാണ് കോൺക്രീറ്റ് ചെയ്തുള്ള നിർമ്മാണം നടത്തുക. കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊട്ടിയ തോട്ടുവരമ്പ് താൽക്കാലികമായി അടയ്ക്കാൻ നോക്കിയിരുന്നു. എന്നാൽ പാടശേഖര സമിതി പ്രതിനിധികളും പ്രദേശവാസികളായവരും തടഞ്ഞതാണ് പാടശേഖരങ്ങളിലേക്കും വീടുകളിലേക്കും ഇപ്പോൾ വെള്ളം ഒഴുകാൻ കാരണമായതെന്നും സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. 2024-25 വർഷത്തില് ഭരണസമിതി നമ്മുടെ നെയ്യൂര് പരപ്പൻതോട് വരുന്ന ഭാഗത്ത് ആനക്കര ബോർഡറും അതേപോലെ കപ്പൂർ ബോർഡറും ഉള്ള സ്ഥലത്താണ് ഒരു പുതിയ പ്രോജക്ട് വെച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എസ്റ്റിമേഷനും എടുത്തു കഴിഞ്ഞതാണ്. ഇനി അത് ഇംപ്ലിമെന്റിംഗ് മാത്രമേ ചെയ്യാനുള്ളൂ. എസ്റ്റിമേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വർഷത്തെ DPC പ്രൊസീഡിങ്സ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോ ആ മഴ മാറിയിട്ടല്ലേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളിപ്പോ അവരോട് ഭരണസമിതി പറഞ്ഞത് എന്താ വെച്ചാല് തൽക്കാലത്തേക്ക് ചാക്കില് മണ്ണ് നിറച്ചിട്ട് അവിടെ എന്തെങ്കിലും താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അതിന്റെ എന്താ എക്സ്പെൻഡിച്ചർ വരുന്ന വെച്ചാൽ അത് പഞ്ചായത്ത് വഹിച്ചോളാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, നിർമ്മാണം നടത്താൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രൊസീഡിങ്സ് വന്നപ്പോഴത്തേക്ക് മഴയായിരുന്നു, എസ്റ്റിമേഷൻ എടുക്കാൻ പറ്റിയില്ല. ഒന്ന് മഴ കുറഞ്ഞതിന്റെ ശേഷമാണ് അവിടെ വെള്ളം വറ്റിയതിന്റെ ശേഷമാണ് നമ്മൾ എസ്റ്റിമേഷൻ എടുത്തത്. എസ്റ്റിമേഷൻ എടുത്തപ്പോഴത്തേക്ക് നമ്മളുടെ TS ഒക്കെ കിട്ടണ്ടേ, അത് കിട്ടി വരുമ്പോഴത്തേക്കും ഇയർ എൻഡ് ആയപ്പോ നാച്ചുറലി നമുക്ക് ആ പ്രോജക്ട് അതെ അത് NREGSന്റെ ഓഡിറ്റ്. അതെ. സ്വകാര്യ വ്യക്തികൾ തോട്ടുവരമ്പ് കയ്യേറിയതോടെ പല ഭാഗത്തും വീതി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളാണ് ശക്തമായ രീതിയിൽ മഴവെള്ളം ഒഴുകി വന്നപ്പോൾ പൊട്ടാനുണ്ടായ പ്രധാന കാരണം. അതിനാൽ സർവേ നടത്തി കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള പരാതിക്ക് ശാശ്വതമായ പരിഹാരം കാണാനാണ് ഉദ്ദേശിക്കുന്നതെന്നും CP സവിത പ്രതികരിച്ചു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.